ഈശോ മിശിഹായിലുള്ള അഗാധ ബന്ധത്തിൽ നങ്കൂരമുറപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യം അതിവിശുദ്ധമായ തിരുപ്പട്ട കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾക്ക് കാവലാളായി സഹോദരർക്ക് പകുത്തു നൽകി അവനോട് ഒന്നായി അനേകർക്ക് വഴിവിളക്കാകുന്ന പ്രകാശ ഗോപുരമായി വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സായി അഭിഷേക കാറ്റേറ്റ് സ്നേഹശുശ്രൂഷയുടെ പരിലാളനങ്ങളിലൂടെ കൃപാവരങ്ങളുടെ 50 പൗരോഹിത്യ വർഷങ്ങൾ പൂർത്തിയാക്കി കൃതജ്ഞതാപൂർവം ക്രൈസ്റ്റ് നഗർ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട മാത്യു തൈലച്ച, അങ്ങേക്ക് പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും. പ്രാർത്ഥനാ ഗാനത്തിനായി ക്രൈസ്റ്റ് നഗർ സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴു ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാതി
ജീവിത വിശുദ്ധിയുടെ തെളിനീരുറവ ബഹുമാനപ്പെട്ട മാത്യു തയ്യിലച്ചൻ ഈ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ട ആ ദിവ്യ തേജസ്സിനെ ഒരിക്കൽ കൂടി നമുക്ക് സ്മരിക്കാം. വെൽക്കം ഡാൻസ് അവതരിപ്പിക്കുന്നത് CBSE സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. തൊഴുത്തോളം താഴുവാൻ
ആറാമൻ പാപ്പായുടെ വാക്കുകളിൽ, ടു ബി എ പ്രീസ്റ്റ് ഈസ് ടു ബി ഫോർ അതേഴ്സ്. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിലും സഭയുടെ നിയോഗങ്ങളിലും അങ്ങേയറ്റം വിശ്വസ്തയോടെയും ഉത്സാഹത്തോടെയും പ്രവർത്തിക്കാൻ ജീവിതം കൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്ത മാത്യു തയ്യിലച്ചൻ അനന്തപുരിയുടെ അഭിമാനമായ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ 11 വർഷങ്ങൾ ഗണിതശാസ്ത്ര അധ്യാപകനായും 3 വർഷം ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ മാനേജരായും ആശ്രമത്തിൻ്റെ പ്രിയോരായും ശുശ്രൂഷ ചെയ്തു. നീണ്ട 14 വർഷം ഈ ആശ്രമത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞ സ്നേഹസേവനത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ സാക്ഷികളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ക്രൈസ്റ്റ് നഗർ സ്നേഹ സമൂഹം. ഈ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് നമുക്കും ആത്മാർത്ഥമായി പങ്കുചേരാം. ജൂബിലേറിയൻ മാത്യു തയ്യിലച്ചനെയും വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ സുമനസ്സുകളെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്രൈസ്റ്റ് നഗർ കുടുംബത്തിൻ്റെ നാഥനും സാരഥിയുമായ പ്രിയോരച്ചൻ പെരിയ ബഹുമാനപ്പെട്ട പോൾ മങ്ങാട്ടച്ചനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. പെരിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ആൻ്റണി ഇളംതോട്ടമച്ച, ജൂബിലിയേറിയൻ ബഹുമാനപ്പെട്ട മാത്യു തയ്യിലച്ച, ബഹുമാനപ്പെട്ട ശ്രീയക് മഠത്തിലച്ച, ബഹുമാനപ്പെട്ട മാത്യു ചക്കാലേച്ച, ബഹുമാനപ്പെട്ട സുരേഷ് സാർ, ബഹുമാനപ്പെട്ട മനോജ് പി, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ക്രൈസ്തവ ആരാധന സമൂഹത്തിലെ ജനങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സായാഹ്നത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു തയ്യിലച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുവാനാണ്. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 50 വർഷം തികയുകയാണ്. പൗരോഹിത്യം വിമർശിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെങ്കിലും 2 പേരോ 3 പേരോ പൗരോഹിത്യത്തെ വിമർശിച്ചതുകൊണ്ട് അതില്ലാതാകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, പൗരോഹിത്യം സ്ഥാപിച്ചത് മനുഷ്യരല്ല, മറിച്ച് അത് ദൈവം തന്നെയാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് അതിനെ ആർക്കും ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട തയ്യിലച്ചനെ 1976 നമ്മുടെ സ്കൂള് ആരംഭിക്കുന്ന ആ വർഷം തന്നെ അദ്ദേഹം അവിടെ അധ്യാപകനായിട്ട് വന്നു. 11 വർഷം അദ്ദേഹം അധ്യാപകനായിട്ടും അതുപോലെ 3 വർഷം നമ്മുടെ ക്രൈസ്റ്റ് സ്കൂൾ മോണസ്റ്റിയുടെ പ്രിയോരച്ചനുമായിട്ട് അദ്ദേഹം, ഞാനുമായിട്ട് ഒരു നല്ല ആത്മബന്ധം മാത്യു തയ്യിലച്ചനുമായിട്ടുമുണ്ട്. അദ്ദേഹം പ്രൊവിൻസിൻ്റെ കൗൺസിലറായിരുന്നപ്പോഴേ ഞാൻ 2002 ഞാൻ ക്രൈസ്റ്റിലുണ്ട്. നമുക്കറിയാം, അന്നത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പാപ്പനംകോട്ടുള്ള സ്ഥലം അതൊരു തർക്കഭൂമിയായിട്ട് കിടക്കുകയായിരുന്നു. ആ തർക്കഭൂമി അത് പല പ്രാവശ്യവും അച്ഛനെന്നെ ഞാനുമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ വളരെ കൊച്ചച്ഛനാണെന്ന് എങ്കിൽ പോലും അദ്ദേഹം ഞാനുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അന്ന് തുടരുന്ന ബന്ധമാണ് ബഹുമാനപ്പെട്ട മാത്യു തയ്യിലച്ചനുമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, ആ പ്രശ്നം പരിഹരിച്ചത് ബഹുമാനപ്പെട്ട തയ്യിലച്ചനാണ്. നമുക്കെന്നും വലിയൊരു പ്രശ്നമായി തീർന്നതാണ് പാപ്പനംകോട്ട് സ്ഥലം. അത് സോൾവ് ചെയ്ത് അത് പരിഹരിച്ചത് ബഹുമാനപ്പെട്ട തയ്യിലച്ചനാണ്. CMI സഭ എന്നും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ്.
ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചൻ ഇവിടെ ഒത്തിരി പേർക്ക് വിദ്യ പകർന്നു കൊടുത്തു, അറിവ് പകർന്നു കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ ലാളിത്യം നിറഞ്ഞ ആഡംബരമില്ലാത്ത ഒരു ജീവിതമാണ്. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൗരോഹിത്യം അല്ലെങ്കിൽ സന്യാസ ജീവിതം എന്ന് പറയുന്നത് അത് ദൈവത്തിനു വേണ്ടിയുള്ളതാണ്, അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട തൈലച്ചൻ തീർച്ചയായിട്ടും അത് തൻ്റെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യത്തിനാണ്. അദ്ദേഹത്തിന് പല ആൾക്കാർ അദ്ദേഹത്തിന് ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചെങ്കിലും പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോയില്ല. എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ ഇത്രയും ദൂരം 4-5 മണിക്കൂർ യാത്ര ചെയ്താണ് അദ്ദേഹം മാതാനത്തു നിന്ന് വന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന് കൂടി വന്നാൽ 1 മണിക്കൂറേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ക്രൈസ്തവ ആശ്രമത്തോട് അല്ലെങ്കിൽ ക്രൈസ്തവ സ്കൂളിനോട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും താല്പര്യവുമാണ് അത് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചനെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യച്ചിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ആൻ്റണി ഇളംതോട്ടമച്ചനാണ് നമ്മുടെ പ്രൊവിൻസിനെ നേതൃത്വം കൊടുക്കുന്നതും നയിക്കുന്നതും. തങ്ങളുടെ പ്രൊവിൻസിൽ ഏകദേശം 225 അച്ഛന്മാരുണ്ട്. ഈ അച്ഛന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യം, അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ 225 വൈദ്യരെയും അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചും വിജയത്തിലെത്തുന്നുമുണ്ട്. അദ്ദേഹം ചെത്തിപ്പുഴ ആശ്രമത്തിലെ പ്രിയോരായിരുന്നു, മാനേജരായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ ജനറൽ കൗൺസിലറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊവിൻസിൻ്റെ 2 പ്രാവശ്യം അദ്ദേഹം കൗൺസിലറായിരുന്നു. എവിടെയൊക്കെ അദ്ദേഹം ജോലി ചെയ്തോ അവിടെയൊക്കെ അദ്ദേഹത്തിന് മികച്ച സേവനം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കേത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാമെന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യമായിട്ട് ചെന്നാലും അദ്ദേഹം നമ്മളെ ശ്രവിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അത് ചർച്ചയിലൂടെ അഭിപ്രായം ഉരുത്തിരിയുമ്പോൾ അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ആൻ്റണി ഇളംതോട്ടമച്ചൻ. പ്രൊവിൻഷ്യൽ അച്ഛനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ശ്രീയക് മഠത്തിലച്ചന് മാരനൽ കൈസർ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും മാനേജരാണ്. അദ്ദേഹം നമ്മുടെ പ്രൊവിൻസിൻ്റെ ട്രിവാൻഡ്രം പ്രൊവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യലാണ്. അദ്ദേഹം ദീർഘകാലം അദ്ദേഹം ചെത്തിപ്പുഴയിലെ സ്കൂൾ പ്രിൻസിപ്പളായിട്ടും കോളേജ് പ്രിൻസിപ്പളായിട്ടും ഇരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമുക്കറിയാം ചെത്തിപ്പുഴ നമ്മുടെ ക്രിസ്തി ജ്യോതി സ്കൂള് പുരോഗതിയിലേക്ക് വന്നത്. എനിക്കൊരു കാര്യം അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്, ഞാൻ 30 വർഷം മുമ്പ് അദ്ദേഹം ചമ്പക്കുളം സെൻറ്റ് മേരീസ് പൊറേന പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് അദ്ദേഹം ജോലി ചെയ്യുമ്പോഴേ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞങ്ങളൊരു മാസം മുമ്പ് ഞാൻ ചമ്പക്കുളത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ ഈ 30 വർഷം അദ്ദേഹം ജോലി ചെയ്തതിപ്പോൾ പല ആൾക്കാരും പല വ്യക്തികളും അദ്ദേഹത്തെ കാണാൻ അതും പേര് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധം എനിക്കത് മനസ്സിലായി. നമുക്ക് പലപ്പോഴും പേരുകൾ ഓർക്കുവാൻ സാധിക്കുകയില്ല. 30 വർഷം കഴിഞ്ഞൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന പല മേഖലയിൽ നമ്മൾ ജോലി ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് അത്ര എളുപ്പമല്ല മറ്റുള്ളവരുടെ പേരോർത്തിരിക്കുക. അപ്പോൾ വ്യക്തികളുമായിട്ടൊരു നല്ല ബന്ധം ബഹുമാനപ്പെട്ട ശ്രീയക് മഠത്തിലച്ചൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാത്യു ചക്കാലേച്ചനെ ഇടവയിലെ ജവഹർ സ്കൂളിലെ മാനേജരച്ചനാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ദീർഘകാലം അദ്ദേഹം ഈ ക്രൈസ്തവ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടും 2 ടേം എനിക്കൊന്ന് 6 വർഷം ഇവിടുത്തെ പ്രിയരുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ സ്കൂളുകളും ഒത്തിരി പുരോഗതി ഉണ്ടായ കാലഘട്ടമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഫൗണ്ടർ വേണേ ബഹുമാനപ്പെട്ട ചക്കാലച്ചനാണ്. അപ്പോൾ ചക്കാലച്ചനെ സംബന്ധിച്ചോളം ഈ ക്രൈസ്തവ സ്കൂളിനോടെ
ക്രൈസ്തവ ആശ്രമത്തോട് വലിയൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സേവ്യർ അമ്പാട്ടച്ചനുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ഓഡിറ്ററാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുരേഷ് സാറ് 3.5 പതിറ്റാണ്ടായിട്ട് ഈ ക്രൈസ്തവ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു ഓർഗനൈസറാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹമായിട്ടൊരു 8-10 വർഷം ഒരുമിച്ച് ജോലി ചെയ്ത് ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട മനോജ് പി, അദ്ദേഹം 1984 ബാച്ചാണ്. 5 മുതൽ 10 വരെ അദ്ദേഹം ഇവിടെ തന്നെ പഠിക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിലെ ഇന്നോവൽ ഡിജിറ്റൽ സൊല്യൂഷൻ്റെ ഡയറക്ടറാണ്. അച്ഛനും ഞാൻ പറഞ്ഞു കേട്ടതാണ്, അച്ഛനും മനോജുമായിട്ട് നല്ലൊരു ബന്ധം, ഗുരു ശിഷ്യ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചിലപ്പോൾ പൂർവ്വ വിദ്യാലയയുടെ ഭാഗത്തു നിന്നൊരു ആശംസ അർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ട്രിവാൻഡ്രം സോണിൽ നിന്ന് എല്ലാ അച്ഛന്മാരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്യുന്ന അച്ഛന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം വളരെ തിരക്കുള്ളവരാണ്. കാരണം എനിക്കറിയാം, നമുക്ക് ക്രിസ്മസ് ആഘോഷവും അതുപോലെ ആനുവൽ ഡേയ്ക്കും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരക്കുള്ള അച്ഛന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വൈദികരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് ക്രൈസ്തവ ആശ്രമത്തെ ഏത് സമയത്ത് സഹായിക്കുകയും, അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുനാളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പള്ളി അലങ്കരിക്കുന്നത് അവരാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്രൈസ്തവ ആരാധന സമൂഹത്തിൽ കൂടുതലും പ്രായമായ ആൾക്കാരാണ്, ചെറുപ്പക്കാർ വളരെ കുറവാണ്. എങ്കിലും പലരും വന്നിട്ടുണ്ട് നമ്മുടെ ആരാധന സമൂഹത്തിൽ. അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പലരും വന്നിരിക്കുന്നത്. അവരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അച്ഛൻ്റെ ശിഷ്യന്മാർ, അവരുമൊക്കെ ആയിട്ടുള്ള അടുത്ത എല്ലാവരും പറഞ്ഞത് 10-30 പേര് വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, സമയമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഒരാൾക്ക് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ക്രൈസ്തവ സ്കൂളിലെ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫുമാണ്. അതുപോലെ ഇന്നത്തെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ക്രൈസ്തവ സ്കൂളിലെ കുട്ടികളെയാണ്. അവരെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജൂബിലി ആഘോഷിക്കുന്ന മാത്യു തൈലച്ചനെ ഒരിക്കൽ കൂടി ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. താങ്ക് യു. പ്രിയ ബഹുമാനപ്പെട്ട പ്രിയോരച്ചനെയും ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാന്ത സ്വഭാവത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും എല്ലാവർക്കും സംലഭ്യനായിരുന്നു കൊണ്ട് CMI സെൻറ്റ് ജോസഫ് പ്രവിശ്യയെ ധീരമായി നയിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ ആൻ്റണി ഇളംതോട്ടം അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രവും ജൂബിലേറിയനുമായ ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചൻ, ആശ്രമത്തിൻ്റെ മാനേജരും ആശ്രമത്തിൻ്റെ പ്രിയോരും സ്ഥാപനങ്ങളിലെ മാനേജരുമായ ബഹുമാനപ്പെട്ട പോൾ മങ്ങാടച്ചൻ, മാറാനല്ലൂർ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും മാനേജരായ ബഹുമാനപ്പെട്ട സുരേഖ് മഠത്തിലച്ചൻ, ജവഹർ പബ്ലിക് സ്കൂളിൻ്റെ മാനേജരായ ബഹുമാനപ്പെട്ട മാത്യു ചക്കാലക്കലച്ചൻ, ക്രൈസ്റ്റ് നഗർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായ ബഹുമാനപ്പെട്ട മിസ്റ്റർ സുരേഷ്, ഫോർമർ സ്റ്റുഡൻ്റായ ആശംസകൾ അർപ്പിക്കാനിടത്തിയിരിക്കുന്ന മിസ്റ്റർ മനോജ്, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ,
സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട മാത്യു തയ്യലച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുക. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട തയ്യലച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനാപൂർവം ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുക. ജൂബിലിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ബൈബിളിൽ ലേവായുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ്. 25-ാം അധ്യായത്തിൽ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ജൂബിലി വർഷം എന്ന് പറയുന്നത് സാബത്ത് വർഷത്തിൻ്റെ ആകെത്തുകയാണ്. സാബത്തുകളുടെ സാബത്ത് എന്നാണ് അറിയപ്പെടുക ജൂബിലി വർഷം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ജൂബിലി വർഷത്തെ വിശദീകരിക്കണമെന്നാണ്. 2, ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കണം. 3, അകന്നു പോയിട്ടുള്ള യഹൂദരായിട്ടുള്ള ആളുകളെല്ലാം സ്വഭവനത്തിലേക്ക് തിരിച്ചു വരണം. 4-മതായിട്ട് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെല്ലാം തിരിച്ച് എടുക്കുവാനായിട്ടിടയാവണം. അപ്പോൾ ഒരു വിശുദ്ധീകരണത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തിരിഞ്ഞു നടപ്പിൻ്റെയും അതിനുശേഷമുള്ള ഒരു തീരുമാനത്തോടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള വർഷമായിട്ടാണ് ജൂബിലി വർഷം ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളായിട്ട് ഈശോ തൻ്റെ ഔദ്യോഗിക ദൗത്യം ആരംഭിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. യേശയ്യായുടെ പ്രവചന പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായിട്ടുള്ള മത്സരവും പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ജൂബിലി വർഷം ചെയ്യുവാനായിട്ട് 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട യേശുവിനും നിർവഹിക്കേണ്ടിയിരിക്കുന്ന 4 ദൗത്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. ഒരാൾ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോഴും ഈ ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷേകം ചെയ്യപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് പൗരോഹിത്യ ശുശ്രൂഷ, പൗരോഹിത്യം കൊടുക്കുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് നവവൈദികൻ്റെ പേര് വിളിച്ചിട്ട് മെത്രാൻ പറയുന്ന ഇപ്രകാരമാണ്: എന്നേക്കുമായിട്ട് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതിനുശേഷം സുവിശേഷം കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്: സുവിശേഷത്തിലെ യേശു നിനക്ക് മാർഗദൈവമായിരിക്കട്ടെ, യേശുവിൻ്റെ സുവിശേഷം നിനക്ക് ജീവിത നിയമമായിരിക്കട്ടെ. അപ്പോൾ സുവിശേഷത്തിലെ യേശുവിനെ അനുഗമിക്കുവാനും അനുകരിക്കുവാനും ആ ശുശ്രൂഷ നിർവഹിക്കുവാനും വേർതിരിക്കപ്പെട്ട് പൗത്രീകരിക്കപ്പെട്ട് പൂർണ്ണനാക്കപ്പെട്ട വ്യക്തിയാണ് ഓരോ പുരോഹിതരും. ബഹുമാനപ്പെട്ട മാത്യു വെച്ച് ജനിക്കുന്നത് 1939 ജനുവരി മാസം 21-ാം തീയതി പുളുങ്ങുന്നിലുള്ള തയ്യിൽ കുടുംബത്തിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം CMI സേവയിൽ ചേർന്നു. 1974 ഏപ്രിൽ മാസം 16-ാം തീയതി മാർ ആൻ്റണി പടിയറ പിതാവിൽ നിന്നുമാണ് പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കഴിഞ്ഞുപോയ 18,250 ദിവസങ്ങൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മാത്യു തയ്യലച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരോഹിത ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവസരങ്ങളായിരുന്നു. തയ്യലച്ചനെ കുറിച്ച് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1982 ആ കാലഘട്ടത്തിലൊക്കെയാണ്. പിന്നീട് പല അവസരങ്ങളിലും പല വേദികളിലും പല സാഹചര്യങ്ങളുമൊക്കെ വെച്ച് അദ്ദേഹത്തെ കാണുവാനിടയായിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളോ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലെ തുടർച്ച ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കാണുമ്പോൾ പറയുന്നത്, അദ്ദേഹം പഠിച്ചത് കണക്കാണ്, അദ്ദേഹം പഠിപ്പിച്ചത് കണക്കാണ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കണക്കാണ്, അദ്ദേഹം ജീവിക്കുന്നതും കണക്കാണ്, അപ്പോൾ അദ്ദേഹം ജീവിതവും കണക്കാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം ഇത് പറയുവാൻ കാരണം കണക്ക് കൂട്ടിയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. ഏത് കാര്യത്തിൽ വരുമ്പോഴും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം മാന്നാനത്ത് ആശ്രമത്തിൽ താമസിക്കുമ്പോൾ
അവിടെ ഞായറാഴ്ച രാവിലെ 5:15 ഒരു കുർബാനയുണ്ട്. 5:15 കുർബാന ഉണ്ടെങ്കിൽ 5:10 ആകുമ്പോൾ അദ്ദേഹം ചാപ്പിലെത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അച്ഛന് ഇത്ര നേരത്തെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇത്രയും പ്രായമൊക്കെ ആയിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, കിടന്നിട്ട് വേണ്ട എഴുന്നേൽക്കാൻ. കാരണം രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് കിടക്കേണ്ടി വരുന്നില്ല, അതുകൊണ്ട് എഴുന്നേൽക്കാനും ബുദ്ധിമുട്ടില്ല. ഞാനിത് പറഞ്ഞു വന്നത് ഇത്രമാത്രം കൃത്യതയോടുകൂടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ശുഷ്കാന്തി കാണിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചനെന്ന് സധൈര്യം എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഏത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാൽ പോലും, കുമ്പസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കുർബാന ചെല്ലണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഏത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിനെല്ലാം എപ്പോഴും റെഡിയാണ്. 2022 ഫെബ്രുവരി മാസം 17-ാം തീയതി റോമിലെ വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിതരുമായിട്ട് സംവദിക്കുന്ന അവസരത്തിൽ ഒരു സിമ്പോസിയം പൗരോഹിത്യത്തെക്കുറിച്ച് നടക്കുകയാണ്. ആ അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുരോഹിതർക്കുണ്ടാവേണ്ട 4 സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഓരോ പുരോഹിതനും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കേണ്ടവനാണ്. പുരോഹിതൻ എന്ന് പറയുന്നത് അഭിഷേകം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. ബലിപീഠമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ പ്രണയം ബലി ചെയ്തവൻ ബലിപീഠത്തെ പ്രണയിച്ചേ മതിയാവും. അപ്പോൾ അങ്ങനെ ബലിപീഠത്തെ പ്രണയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന പുരോഹിതൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഒരു പുരോഹിത ശവസ്കാര ശുശ്രൂഷയുടെ അവസരത്തിൽ വിടവാങ്ങുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് ബലിപീഠത്തോടും ദേവാലയത്തോടുമാണ് വിട പറഞ്ഞുകൊണ്ട് അന്തിമ വിശ്രമത്തിനായിട്ട് പോകുന്നത് നമ്മൾ കാണുക. അപ്പോൾ പുരോഹിതൻ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലോസ്നെസ് ടു ഗോഡ്, ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് മുന്തിരിച്ചെടിയും അതിന് ശാഖകളും കൂട്ടി ചെയ്തുകൊണ്ടാണ്. ശാഖകൾ തായ്തടിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുള്ളൂ. ഇതുപോലെ ഓരോ പുരോഹിതനും ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് അധികാരികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. രൂപതയിലാകുമ്പോൾ മെത്രാന് വിധേയനായിരിക്കണം. സന്യാസ സഭാ സമൂഹത്തിലാണെങ്കിൽ ലോക്കൽ സുപ്പീരിയർ, പ്രൊവിൻഷ്യൽ, ജനറാളച്ചൻ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് വിധേയപ്പെട്ട് ജീവിക്കണം. ആ വിധേയപ്പെടുന്നു പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നിയോഗം ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് എന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ഈ അധികാരികളിലൂടെ ആണ് എന്നുള്ളത് കൊണ്ടാണ് അപ്രകാരം വിധേയപ്പെട്ട് ജീവിക്കേണ്ടതെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. അപ്രകാരം ദൈവ നിശ്ചയമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന പുരോഹിതൻ തൻ്റെ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ക്ലോസ്നെസ് ടു ദ ഫെലോ പ്രീസ്റ്റ്, സഹവൈദികരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വാക്യങ്ങളാണ്. അപ്പോൾ ഈ പൗരോഹിതർ ഒന്നിച്ചുകൂടി ഏതെങ്കിലും കാര്യം തീരുമാനമെടുക്കുമ്പോൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ രീതിയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ദൈവജനവുമായിട്ടുള്ള ബന്ധമാണ്. ഓരോ പുരോഹിതനും ദൈവജനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. പുരോഹിതനായിരിക്കുന്ന തനിക്ക് വേണ്ടിയല്ല, തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ നയിക്കുവാനും പരിപാലിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ്. 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ചെങ്ങാലിപ്പാവുകൾ ബലിപീഠ സമീപം കൂട് കിട്ടുന്നു, ബലിപീഠത്തിൽ നിന്ന് അവ കുഞ്ഞുങ്ങളെ പോറ്റുന്നു. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഭോജനം ഈ മീബൽ പക്ഷികളായ ജനത്തിൽ ലഭിക്കുകയാണ്. അതുവഴി ആത്മീയ പോഷണം കിട്ടി വളർത്തേണ്ടതും വളരേണ്ടതും ഒക്കെ ഈ പുരോഹിതൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് നടക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടും സഹവൈദ്യരുമായിട്ട് ബന്ധപ്പെട്ടും ജനവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കേണ്ട പുരോഹിതൻ എപ്പോഴും വേറിട്ട മനുഷ്യനാണ്. എന്നേക്കുമായിട്ട് വേർതിരിക്കപ്പെട്ട് പൗത്രീകരിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ട വ്യക്തിയാണ്.
മാത്യൂസിനെ കുറിച്ച് പറയുമ്പോഴും ഇക്കാര്യത്തിൽ 100% ശരിയാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. ഇറ്റ്സ് എ മോഡൽ പ്രീസ്റ്റ്. അദ്ദേഹത്തെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാച്ച് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രാർത്ഥന വൈകുന്നേരം 7 മണിക്കാണെന്ന് പറഞ്ഞാൽ 7 മണിയാകുമ്പോൾ അദ്ദേഹം ചാപ്പലുണ്ടാവും. വൈകുന്നേരം 8:30 അത്താഴമെന്ന് പറഞ്ഞാൽ 8:30 അദ്ദേഹം ഊട്ടുമുറിയിലുണ്ടാവും. വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ഫംഗ്ഷനോ ഒക്കെ ആണെങ്കിലും അദ്ദേഹം ആ സമയത്തിന് മുന്നേ അവിടെ എത്തിയിരിക്കും. അദ്ദേഹം വരുന്ന കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത്രമാത്രം കൃത്യതയോടുകൂടെ സന്യാസ പൗരോഹിത്യം ജീവിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഒരു കൊച്ചു കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ പാടുന്ന ഒരു കവിതയുണ്ട് പുരോഹിതരെക്കുറിച്ച്. അദ്ദേഹം പറയുന്നതാണ്, പാതി തിരിഞ്ഞാൽ പോരാ, പാതിയിൽ നിന്ന് തിരിയണം, പോരാ പോരാ പാതിരിയാകാൻ തിരിയായി കത്തണം എല്ലാവർക്കും എന്ന് കുഞ്ഞുണ്ണി മാസ്റ്റർ പുരോഹിത ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. പാതി തിരിഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞാൽ ഒരാൾ പുരോഹിതനാകുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കണം. പാതിയിൽ നിന്ന് തിരിയണമെന്ന് പറഞ്ഞാൽ ബെറ്റർ ഹാഫ്, സ്ത്രീയിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. ഇത് മാത്രം പോരാ, തിരിയായി എരിയണം എല്ലാവർക്കും വേണ്ടി. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ 100% വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11,250 ദിവസവും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാലം ഈ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചന് കഴിയട്ടെ എന്ന് ഞാൻ പ്രോവിൻസിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം മാത്യു അച്ഛനെ അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രൊവിൻഷ്യൽ അച്ഛ. ഹാ വൈദിക ജീവിതാനന്ദം! കുറവുകളെണ്ണി നിറവുകളാക്കി കരുതലൊരുക്കി കാവലിരുന്നിട്ടന്നമെടുത്ത് പകുത്ത് വിളമ്പി അടുത്തവൻ ഈ അരികിലിരിപ്പുണ്ട്. അനേകം ജീവിതങ്ങളെയും മനസ്സുകളെയും വിശ്വാസം കൊണ്ടും വിജ്ഞാനം കൊണ്ടും നിറച്ച ശ്രേഷ്ഠാചാര്യന് ഈ അക്ഷരമുത്തശ്ശിയുടെ ഹൃദയത്തിൽ നിന്ന് ആശംസകൾ നേരാം. ഗാനസാഗരത്തിൻ്റെ അനന്ത സാധ്യതകളിൽ ഓരോ ദിനവും പുത്തൻ തുഴയെറിയുന്ന ക്രൈസ്റ്റ് നഗറിൻ്റെ അഭിമാനമായ ആൻ ബെൻസൺ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാടധികം സന്തോഷവും ഒപ്പം തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണിത്. ഫാദറിൻ്റെ 50th ജൂബിലി, അതേ ജൂബിലി, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനിൽ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഒപ്പം തന്നെ മാത്യു അച്ഛന് വിനീതമായ പ്രാർത്ഥനകളും അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഈ ഒരു ഈവനിങ് വളരെ സന്തോഷമായിട്ട് നമുക്കൊരു ഗാനത്തിലോട്ട് പോവാം. താങ്ക് യു.
സന്യാസ സാഹോദര്യത്തിൻ്റെ പ്രൗഢിയും മിഴിവും ഒത്തുചേർന്ന ജീവിത സാക്ഷ്യങ്ങളാണ് CMI സന്യാസ സമൂഹങ്ങൾ. പെരിയ ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി CMI സെൻറ്റ് ജോസഫ് പ്രവിശ്യയുടെ മുൻ പ്രൊവിൻഷ്യലും ക്രൈസ്റ്റ് നഗർ മാരാനല്ലൂർ സ്ഥാപനങ്ങളുടെ മാനേജരുമായ സിറിയക് മഠത്തിലച്ചനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ആൻ്റണി എളന്തോട്ടമച്ച, എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, സിസ്റ്റേഴ്സ്, 1974 വൈദിക പട്ടം സ്വീകരിച്ച മാത്യു തൈലച്ചനെ 40 വർഷം മുൻപാണ് മൈനർ സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ കാണാനിടയായത്. അന്ന് കാണുമ്പോൾ ഉള്ള മാത്യു തൈലച്ചനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പുളിങ്ങുന്നുകാർ വിളിക്കുന്ന ഒരു പേരന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു ലുക്കുണ്ടായിരുന്നു. ഇന്ന് ലുക്കിന് കുറവുണ്ടെന്നല്ല, പുളിങ്കുന്നുകാരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന കുട്ടപ്പനച്ചൻ എന്നാണ്. അപ്പോൾ ആ പേരിന് അന്വർത്ഥമായ ഒരു ലുക്ക് 40 വർഷം മുമ്പ് മൈനർ സെമിനാരിക്കാരനായ എനിക്ക് കാണാനിടയായിട്ടുണ്ട്. പക്ഷെ അന്ന് തുടങ്ങി ഇങ്ങോട്ട് പല അവസരങ്ങളിലും മാത്യു തൈലച്ചനെ കാണുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദര വൈദികരും ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെ അനുകരണീയമാണ്. ശാന്തത അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. അധികം സംസാരിക്കാറില്ല. പക്ഷേ നർമ്മം സംസാരിക്കുന്നതിന് ഇത്ര അധികമായിട്ട് സൂക്ഷിക്കുന്ന മറ്റൊരു വ്യക്തി ഈ പ്രൊവിൻസിലോ CMI സഭയിലോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തമാശ നർമ്മമൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഒരു തെളിച്ചവും ചിരിയൊക്കെ വരാറുണ്ട്. പക്ഷേ മാത്യു തൈലച്ചൻ നർമ്മം പറയാൻ തുടങ്ങിയാൽ, തമാശ പറയാൻ തുടങ്ങിയാൽ, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിത്തെ ഇങ്ങനൊരു നിപ്പം നിന്ന് തമാശ പറയും. ഇപ്പോഴും അതൊക്കെ ഓർത്ത് ചിരിക്കുന്ന അടുത്ത ജനറേഷൻകാരാണ് ഞങ്ങളൊക്കെ. പ്രൊവിൻഷ്യൽ ഹൗസിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഈ ഡ്രൈവർ യാത്രയും ഓട്ടോ എല്ലാം പ്രൊവിൻഷ്യൽ കോളേജിൻ്റെ ഓട്ടവും കഴിഞ്ഞ് രാത്രി വരും 12 മണി 1 മണിയൊക്കെ ആയി വരുമ്പോൾ, സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാണല്ലോ. അപ്പോൾ 1 മണിക്കൊക്കെ നോക്കുമ്പോൾ മാത്യു തൈലച്ചൻ ഹൗസ് സുപ്പീരിയർ ഫിനാൻസ് കൗൺസിലർ നോക്കുമ്പോൾ ഈ ഡ്രൈവർ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഒന്നും പറയില്ല, വഴക്കൊന്നും പറയില്ല. അവിടെ നിന്നത് ഇങ്ങനെ, കണ്ടോ രാവിലെ എഴുന്നേറ്റ് കണ്ണിന് കാഴ്ച കിട്ടാൻ കാരറ്റ് തിന്നാനുള്ളതല്ലേ, ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ കാരറ്റ് തിന്നാൽ മതി എന്നുള്ളതൊക്കെ നമ്മളൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അപ്പം ഇങ്ങനെ നിരവധിയായ നർമ്മങ്ങളുടെ ഒരു മനുഷ്യനാണ്. അത് ആരോടൊന്നില്ലാതെ നർമ്മം പറയുക, കൃത്യനിഷ്ഠ. 974 വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തം കുടുംബത്തിൽ സന്ദർശിക്കാൻ പോകും. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു രാത്രി ഭവനത്തിൽ ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം പ്രൊവിൻഷ്യാളച്ചൻ സൂചിപ്പിച്ചു, അദ്ദേഹം ജീവിക്കുന്നത് കണക്കാണ് എന്ന്. എന്നോട് ചോദിക്കുക, എന്തിനാ ജീവിക്കുന്ന കണക്കാണോ എന്ന് എൻ്റെ അടുത്തിരുന്ന് തൈലച്ചൻ ചോദിച്ചു. പക്ഷേ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠത. ഭവനത്തിൽ താമസിച്ചാൽ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ ഉത്സാഹത്തോടുകൂടി പോകാനൊക്കെ ഒരുപക്ഷെ സാധിക്കാത്തത് കൊണ്ടാകണം ഈ 50 വർഷം അദ്ദേഹം സ്വന്തം ഭവനത്തിൽ രാത്രി താമസിക്കാൻ ഇടയായിട്ടില്ല. ഇതൊക്കെ എൻ്റെ മാതാപിതാക്കൾ പ്രായം ചെന്നപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ജനറേഷൻകാർ അച്ഛന്മാരൊക്കെ വീടുകളിൽ പോയി താമസിക്കും മാതാപിതാക്കൾ പ്രായം ചെന്നാൽ. പക്ഷെ തൈലച്ചനെ സംബന്ധിച്ച് അതെല്ലാം കൃത്യനിഷ്ഠയുടെ ഭാഗമാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയാറുണ്ട്, പ്രീസ്റ്റ് ഷുഡ് നെവർ ബി ടയർ ഓഫ് സീക്കിംഗ് ദ ലോസ്റ്റ്. പ്രീസ്റ്റ് ഷുഡ് നെവർ ബി ടയർ ഓഫ് സീക്കിംഗ് ദ ലോസ്റ്റ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെടുക്കാനായിട്ട് ഒരിക്കലും ആരോഗ്യം, ക്ഷീണം വകവെക്കരുത് എന്ന്. അതിന് പ്രൊവിൻഷ്യാളച്ചനും പറയുന്ന സൂചിപ്പിക്കുകയുണ്ടായല്ലോ, 5-10 എഴുന്നേൽക്കുകയും കിടന്നിട്ട് വേണ്ടേ ഉറങ്ങാൻ. ജീവിതം മുഴുവൻ ശാന്തത, സൗമ്യത, കൃത്യനിഷ്ഠ. സമർപ്പിതർക്കും സന്യസ്തർക്കും ഞങ്ങൾക്കുമൊക്കെ ഒരു മാതൃകയായിരുന്നു തൈലച്ചൻ. 2 തവണയാണ് ഈ തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ ഫിനാൻസ് കൗൺസിലർ കണക്കപ്പിള്ളയായിട്ട് ജോലി ചെയ്തത് വെള്ളയമ്പലം പ്രൊവിൻഷ്യൽ ഹൗസിൽ. ഒരു പ്രാവശ്യം CMI സഭയുടെ മുഴുവൻ എറണാകുളത്ത് ജനറൽ കൗൺസിലറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപനം കണക്ക്. പക്ഷേ ഈ കണക്കിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്ന് വ്യക്തമാകും അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക്. 6 പേരുണ്ട് അവർ സഹോദരന്മാർ.
മൂത്ത സഹോദരൻ ബേബിച്ചിൻ്റെ മകനാണ് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള മാർട്ടിൻ തൈലച്ചൻ. പുള്ളിയും കണക്കിനൊട്ടും പുറകിലല്ല. ഇവർ കുടുംബത്താലെ കണക്കന്മാരാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി, 3 സഹോദരിമാരും 3 സഹോദരന്മാരും. അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരാളെ ചിങ്ങവനത്ത് വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള ആളിൻ്റെ മകനാണ് ഇന്ന് സാഗർ രൂപതയിലുള്ള മെത്രാൻ അഭിമന്യ ജെയിംസ് അത്തിക്കളവച്ചൻ. ഒരു DM കോൺവെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തോടും ദൈവവിളിയോടും ഉത്തരം നൽകാൻ ഒത്തിരി സാഹചര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിച്ചതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് മാത്യു തൈലച്ചൻ. ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് തിരുവനന്തപുരം പ്രൊവിൻസിന് ഇങ്ങനെ ഒരു മാതൃകാ വൈദികനെ ദൈവം നൽകിയതിന്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ജൂബിലി ആശംസ നേരുന്നു. അതുപോലെ ഞങ്ങളിപ്പോൾ സേവനം ചെയ്യുന്ന മാറനല്ലൂരുള്ള സ്കൂൾ കോളേജ് 2012 മാത്യു തൈലച്ചനാണ് തുടങ്ങുന്നത്. അന്ന് അദ്ദേഹത്തോട് ഈ മാറനല്ലൂർ മലയൻകീഴ് ഇവിടുന്ന് 16-17 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നിങ്ങൾക്ക് പലർക്കും സ്ഥലം അറിയാം. അന്ന് അവിടെയുള്ള ആളുകൾ ഈ തൈലച്ചനോട് ചോദിച്ചു, അച്ഛാ എന്തിനാ ഈ മലമണ്ടയിൽ റബ്ബർ തോട്ടത്തിനിടെ സ്കൂളും കോളേജും ഒക്കെ തുടങ്ങുന്നത്? ഇവിടെ ഒരു മനുഷ്യനും വരികയില്ല, സ്കൂളും കോളേജും നടക്കുകയില്ല എന്ന് പറഞ്ഞു. 2012 അദ്ദേഹം ആരംഭിച്ച ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂളിൽ ഇന്ന് 2000-ഓളം വിദ്യാർത്ഥികളുണ്ട്, +2 വരെ. അദ്ദേഹം സ്ഥാപിച്ച ക്രൈസ്റ്റ് നഗർ കോളേജിന് ഇന്ന് 1600-ഓളം വിദ്യാർത്ഥികളുണ്ട്. 10 UG കോഴ്സ്, 5 PG കോഴ്സ്, 15-ലധികം ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ. ഇതെങ്ങനെ വളർന്നു എന്നത് ദൈവ കൃപയാണ്. അദ്ദേഹത്തിൻ്റെ ചേർന്ന് നിന്ന് ഒത്തിരി വൈദികരുണ്ട്. ഒരു ടീം വർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ അവസരത്തിൽ ക്രൈസ്റ്റ് നഗറിനെ 971 മുതൽ സഹായിച്ച ഈ ചുറ്റുവട്ടത്തുള്ള നിങ്ങളെപ്പോലെയുള്ളവരുടെ പേരുകൾ വിട്ടുപോകുന്നത് ഒട്ടും ശരിയല്ല എന്നതുകൊണ്ട് ഒരാളുടെ പേര് ഞാൻ വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. TV തോമസ് സാർ ഒന്ന് എഴുന്നേക്കാവോ? അഡ്വക്കേറ്റ് ജയകുമാർ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ആദ്യകാലം മുതൽ ഈ ക്രൈസ്റ്റ് നഗറിനെയും ക്രൈസ്റ്റ് നഗറിൻ്റെ വളർച്ചയും സഹായിച്ചിട്ടുള്ളതിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഏഞ്ചൽ മൂസാർ വയ്യാതെ വീട്ടിലിരിക്കാൻ തോന്നുന്നു. താങ്ക് യു ഇരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി സുഹൃത്തുക്കളുടെ, സ്നേഹിതരുടെ, എൽമായരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്നത്. അതിന് നേതൃത്വം നൽകാൻ ഇടത്തോ വലത്തോ മാത്യു തൈലച്ചനെ പോലുള്ള ഒരു ഉപകരണമായി എന്നുള്ളത് സത്യമാണ്. ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ജൂബിലി ആശംസകൾ നേരുന്നു. അങ്ങേക്ക് 1000 അംഗങ്ങൾ ദൈവകൃപയായിട്ട് തരട്ടെ. അതിന് അദ്ദേഹത്തിന് തണലായിട്ട് നൽകാൻ ഞങ്ങളുടെ ഒരു ചെറിയ സംഭാവന, ഒരു ചെറിയ സമ്മാനം ഉണ്ട്. ഞങ്ങളുടെ സമൂഹത്തിലെ മാത്യു പുത്തമ്പരച്ചനും ചാക്കോ പുതുക്കളച്ചനും വന്ന് ആ സമ്മാനം അദ്ദേഹത്തെ ഏൽപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ജൂബിലേറിയന് എല്ലാവിധ സംരക്ഷണവും ദൈവം നൽകുന്നതിനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ജൂബിലി ആശംസകൾ. എവിടെ സമ്മാനം? സമ്മാനം എവിടെ? സിറിയക് മഠത്തിലച്ചനും മാരാനല്ലൂർ കുടുംബത്തിനും നന്ദി. ശുശ്രൂഷ ജീവിതത്തിൽ സ്നേഹം കൊണ്ടും സഹവാസം കൊണ്ടും തൈലച്ചൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാത്യൂസ് ചക്കാലക്കലച്ചന്. ഇപ്പോൾ ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ മാനേജരായ മാത്യൂസ് ചക്കാലച്ചനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടുകൂടി വണക്കം പറയുന്നു. നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യലച്ചൻ വളരെ സമൃദ്ധമായിട്ട് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഈ പ്രൊവിൻസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി ഇളന്തോട്ടമച്ച, ഇന്നത്തെ നമ്മുടെ ആഘോഷത്തിൻ്റെ മുഖ്യതാരമായിരിക്കുന്ന, നമ്മളെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചൻ. ഞാൻ ആലോചിക്കുകയാണ്, നമ്മളെ
ഒരു മനുഷ്യന് കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുകയുള്ളൂ. അങ്ങനെ 19 വർഷം ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ നടന്ന് ആ പൗരോഹിത്യത്തിൻ്റെ നിറവിലെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാം ഏറെ സന്തോഷമായിരിക്കുന്ന മാത്യു തൈലച്ചൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ അധിപനായിട്ടുള്ള പോൾ മങ്ങാട്ടച്ചൻ. നമുക്കറിയാം, ക്രൈസ്റ്റ് പോൾ ആശ്രമത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്. അത് നമ്മുടെ അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ട് അറിയാൻ സാധിക്കും. ഈ പ്രോവിൻസിന് മാത്രമല്ല, എല്ലാ പ്രോവിൻസിലെയും അംഗങ്ങളെ ഏറ്റവും കാര്യമായിട്ട് സ്വീകരിക്കുകയും അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോളച്ചൻ എന്ന് കേട്ടാലും പുതുതായിട്ട് തോന്നുന്ന പ്രക്രിയയുമായിട്ട് വരുന്ന നമ്മുടെ മുൻ പ്രൊവിൻഷ്യലായിട്ടുള്ള സോജനച്ചൻ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരും ആദരണീയമായിട്ടുള്ള വൈദികരെ, സ്റ്റേജിൽ നമ്മുടെ അമ്പാട്ടച്ചനുണ്ട്, അച്ഛൻ്റെ തൈലച്ചൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ആയിട്ടുണ്ട്. മനോജ് ഇവിടെ സ്റ്റേജിലിരിപ്പുണ്ട്. അതിനേക്കാൾ എനിക്കറിയാം, നമ്മുടെ ഈ ആരാധനാ സമൂഹത്തിൽ ഇപ്പോൾ സോദരച്ചൻ പറഞ്ഞു, ആരാധനാ സമൂഹത്തിലെ വ്യക്തികൾ ഇവിടെയായിട്ട് വന്നിരിപ്പുണ്ട്. ഞാനും ഓർത്തു, സാധാരണയായിട്ട് സോദരച്ചൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ആരാധനാ സമൂഹത്തിൻ്റെ മീറ്റിങ്ങിലും നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ ഏഞ്ചമൂർ സാറും സെൽവരാജ് സാറും ടി വി തോമസ് സാറിനെ ഇപ്പം കണ്ടപ്പോഴത്തേക്ക് അതിയായിട്ടുള്ള സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന ടീച്ചേഴ്സും അധ്യാപകരും അനധ്യാപകരും എല്ലാം ഈ പ്രസ്ഥാനത്തെ എല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന വ്യക്തികൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നിവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ കാണുവാനുഴറുന്ന കുറേ നല്ല മനുഷ്യരുടെ ഈ സാന്നിധ്യവും ഈ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നവും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു പ്രണയഗാനമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. തെറ്റിദ്ധരിക്കരുത്. സുഖമാണീ നിലാവും എന്തു രസമാണീ സന്ധ്യ, തോന്നുന്നില്ലേ? വളരെ സുഖമായിട്ടുള്ള ഒരു ഈവനിങ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് തൈലച്ചൻ്റെ ജൂബിലിയോട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യ. എനിക്ക് ബഹുമാനപ്പെട്ട തൈലച്ചനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, അദ്ദേഹത്തെ ഞാൻ ഏറ്റവും നല്ലപോലെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഇളം കർക്കശിക്കാനായിട്ടുള്ള പ്രൊവിൻഷ്യൽ ഇടനാടച്ചൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനും ഒരു കൗൺസിലറായിരുന്നു. പോളച്ചെറിയച്ചനും മതിയായിരുന്നു. അന്ന് ഞാൻ അത്ര വലിയൊരു സംസാരിക്കുന്ന കൂട്ടത്തിലോ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ മീറ്റിങ്ങിലും ഈ ബഹുമാനപ്പെട്ട തൈലച്ചൻ അന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനമെടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ സുവിശേഷവും ഇടത് കയ്യിൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാകും. അണുവിട ഇതിൽ നിന്നും വ്യത്യാസപ്പെടുന്ന ഒരു തീരുമാനമെടുക്കാൻ, അതാരെക്കുറിച്ചായാലും ഏത് സമൂഹത്തെക്കുറിച്ചായാലും എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ അപ്പുറം പോകാനായിട്ട് അച്ഛനെ പോലെയുള്ള ഒരു സമ്മതിക്കുകയില്ല. പലപ്പോഴും തർക്കിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് നടക്കുകയില്ല. നമ്മുടെ സുവിശേഷ മൂല്യങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്ന് അത്ര ധൈര്യത്തോടുകൂടി പറയുവാനായിട്ടുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ഇദ്ദേഹം തീർച്ചയായിട്ടും പ്രഭ ചൊരിയുന്ന ഒരു വലിയ വഴിവിളക്കാണല്ലോ നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്ന് എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ കുറിച്ചിട്ടതാണ്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നിപ്പം നമ്മുടെ പോളച്ചനും സോജനച്ചുമൊക്കെ അനുസ്മരിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പ്രോവിൻസ് വലിയൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ട സമയത്ത് അത് ഞങ്ങളുടെ പ്രോവിൻസ് മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിൽ അന്നത്തെ സംഘം ഏകകണ്ഠമായിട്ടാണ് ഈ ബഹുമാനപ്പെട്ട തൈലച്ചനെ അന്നത്തെ ഫൈനാൻസ് കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തത്.
എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു പ്രശ്നം. ഒത്തിരി ക്ലയൻസ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ പോളച്ചനൊക്കെ അത് വളരെ ലളിതമായിട്ട് പറഞ്ഞു. എന്നാൽ വളരെ സങ്കീർണമായിട്ടുള്ള ആ പ്രശ്നത്തെ ഏറെ മനോഹരമായിട്ട് ഒരു ഹൗസിനെ പോലും ഭാരം വെക്കാതെ അദ്ദേഹം ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം പഠിച്ച് രാപകലില്ലാതെ പഠിച്ച്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. അത് സോൾവ് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളൊരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോഴത്തേക്കും സോൾവ് ചെയ്താൽ മാത്രം പോരല്ലോ, അതിൻ്റെ അകത്തുള്ള ക്ലയൻസിനോ, അതിൻ്റെ അകത്ത് കടുവാതുക്കിലച്ഛനായിരുന്നു നമ്മുടെ ഒരു വലിയ അതിൻ്റെ അകത്ത് ഒരു ഭാഗം. അച്ഛനെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ, അച്ഛനെ അല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ അതെല്ലാം മനോഹരമായിട്ട് സോൾവ് ചെയ്ത ഒരു വ്യക്തിയാണ്. വളരെ സൈലൻ്റായിട്ട് സോൾവ് ചെയ്ത ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു കൈയ്യടി കൊടുക്കുക അദ്ദേഹത്തിന്, ഒരു നല്ല കൈയ്യടി കൊടുക്കുക. അതുപോലെ സമർത്ഥമായിട്ട് നമ്മുടെ തൈലച്ചൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഇരിക്കുന്ന അച്ഛന്മാർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിച്ചു. റോണിഷാളച്ചൻ പറഞ്ഞു കണക്ക് കൂട്ടിയുള്ള ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു. സത്യമാണ്. ഞാനത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി മാന്നാനത്തെ പ്രിയോരായപ്പോഴത്തേക്കും ഭാഗ്യവശാൽ തൈലച്ചനായിരുന്നു എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി. ഞാനിരിക്കുന്ന ടേബിളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട തൈലച്ചനും ഭക്ഷണത്തിന് ഇരുന്നിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ആ കണക്കൂട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഡിമാൻഡും ഇല്ല, അല്പം പോലും ഡിമാൻഡില്ല. ഒരു കാര്യത്തെക്കുറിച്ചും ഡിമാൻഡില്ല. അത് ചെയ്തു തരണോ വേണ്ട, ഇത് ചെയ്തു തരണോ വേണ്ട, ഒന്നും വേണ്ട. എത്രയോ ലാളിത്യത്തോടു കൂടിയുള്ളൊരു ജീവിതം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സന്യാസത്തിൻ്റെ ആ വഴിവിളക്കെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലൊക്കെ ഇന്ന് നമുക്ക് ചെറുപ്പക്കാരുടെ മുമ്പിലൊക്കെ കത്തിജ്വലിക്കുന്ന 24 മണിക്കൂറും പ്രകാശം ചെലുത്തുന്ന ഒരു വഴിവിളക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം. ഒരു കാര്യത്തെക്കുറിച്ച് ഡിമാൻഡില്ല. അതുപോലെ തന്നെ ഇപ്പം പ്രോൺഷാളച്ചൻ പറഞ്ഞു 5 മണിക്കത്തെ കുർബാന. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, എനിക്കറിയാൻ മേലായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും മഠങ്ങളിലെ കുർബാനയിടും. ചിലപ്പം 5 മണിക്കത്തെ കുർബാന ഞാനൊരു പ്രാവശ്യം അച്ഛനോട് ചോദിച്ചു, ഇത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചു. ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇവിടെയായിട്ടൊക്കെ കുമ്പസാരിക്കാനായിട്ട് ആഴ്ചയിലോ മാസത്തിലൊക്കെ ഒരാൾ വരുന്നത് പോലെയല്ല. മാന്നാനം എന്ന് പറയുന്ന ആശ്രമം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറഞ്ഞ് ഇങ്ങനെ വളരെ ദീർഘദൂരം വന്ന് സഞ്ചരിച്ച് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് കുമ്പസാരിപ്പിക്കാനായിട്ട് മണിക്കൂറുകളോളം. ഒരു മനുഷ്യരോടും പരാതിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ സന്യാസത്തിൻ്റെ മഹനീയത ഇവരിലൊക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യത്തിൻ്റെ മഹനീയത ഇവരിലൊക്കെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ആശ്രമത്തിൻ്റെ ഓരോ മീറ്റിങ്ങുകളിലും വളരെ കാതലായിട്ടുള്ള സംസാരം, അല്ലാത്തത് മിണ്ടിയല, എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് ഇരിക്കും. അങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തി. ഞാനൊരു ദിവസം ഓർക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു ദിവസം വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരം എൻ്റെ അടുക്ക തലേ ദിവസം തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് നാളെ ഒന്ന് വീട് വരെ പോകണം, പുളുങ്കുന്നിലാണ്. ഞാൻ പറഞ്ഞു ശരി. ഞാൻ ചോദിച്ചു അന്നേരം എങ്ങനെ പോകും? അവിടുന്ന് ജ്യേഷ്ഠൻ്റെ മകൻ വരും, കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് എന്തേരം സമയം അച്ഛൻ അവിടെ ചിലവഴിക്കും? ഞാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും. അന്നേരം ഞാൻ ചോദിച്ചു എന്തിനാണ് ജ്യേഷ്ഠൻ്റെ മകൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഇവിടുന്ന് അവിടെ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ അദ്ദേഹത്തിന് പോകണം. ഞാൻ പറഞ്ഞു നമുക്കിവിടുത്തെ കാറുണ്ടല്ലോ, നമുക്കിവിടെ അച്ഛനെ കൊണ്ടേ ആക്കാം. അത് വേണ്ട, എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അത് വേണ്ട. എന്തുമാത്രം നിർബന്ധിച്ചിട്ടാണെന്നറിയാമോ അദ്ദേഹത്തിന് നമ്മുടെ വണ്ടി ഒന്ന് ഉപയോഗിച്ച് അദ്ദേഹം പോകുന്നത്. അന്നേരം ജീവിതത്തിൻ്റെ ലാളിത്യത്തിൻ്റെ മനോഹാരിത ഇതൊക്കെ വളരെ ദൃശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തൈലച്ചനെ അസന്നിഗ്ധമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. എനിക്കറിയാം നമ്മളിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും അദ്ദേഹത്തോടുള്ള ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്നത്. ബേബൻ കൈമാപ്പറമ്പിൽ വന്നിട്ടുണ്ട് ഇവിടെയായിട്ട്. അദ്ദേഹത്തിനൊക്കെ ഉള്ള വലിയൊരു ആത്മബന്ധം. ഞാൻ കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു സീറ്റ് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഈ തൈലച്ചൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാരണത്താൽ തന്നെ, അവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന കാരണത്താൽ തന്നെ എനിക്കൊരു മാന്യമായിട്ടുള്ള സീറ്റ് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ സമ്പത്തെ മാന്നാനത്തും വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വന്ന് കാണുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. മനോജ് ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യവും ഞാൻ ഓർക്കുകയാണ്. അന്നേരം
വളരെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ടുള്ള ബഹുമാനപ്പെട്ട തൈലച്ചനെ ഏറെ സന്തോഷത്തോടുകൂടി തന്നെ അഭിവാദനം ചെയ്യുകയാണ്. എന്താണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് യു ഫാദർ, വി ലവ് യു. ദ CMI കോൺഗ്രിഗേഷൻ ഈസ് റിയലി പ്രൗഡ് ഓഫ് യു. അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അകമഴിഞ്ഞ് ചിലവാക്കിയിട്ടുണ്ട്, തൻ്റെ സമയവും എല്ലാം ചിലവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ധാരാളമായിട്ടുള്ള ആശംസകളെ അർപ്പിക്കുകയാണ്. ഇനിയും ബഹുദൂരം ദൈവം കാണിച്ചു തന്നിരിക്കുന്ന അതേ വഴിയിലൂടെ തുടർന്ന് സഞ്ചരിക്കുവാനായിട്ട് ആരോഗ്യവും ആയുസ്സും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളോടും കൂടി. നിങ്ങളുടെ ജോഷിയച്ചൻ ഇവിടെ ഉണ്ടോ? കാണും, ഒന്ന് എഴുന്നേറ്റ് വരാമോ? ജോഷിയച്ചൻ ഒരു സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്, മടിയനാണ്. ജോഷിയച്ചനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. അച്ഛനെല്ലാ ആരോഗ്യവും ആയുസ്സും നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചക്കാലയച്ചനും ജോഷിയച്ചനും ഇടവ കുടുംബത്തിനും ഒത്തിരി നന്ദി. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നു ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ തൈലച്ചൻ്റെ സഹപ്രവർത്തകനും ഇപ്പോൾ ക്രൈസ്റ്റ് നഗർ സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ സുരേഷ് സാർ. Reverend Father Anthony Elamthotam CMI Provincial, Reverend Father Matthew Thail, Reverend Father Paul Mangat CMI Manager Christ Nagар Group of Schools, Reverend Father Sirik Madathil CMI, Reverend Father Matthew Chakalikal CMI, Mr. Manuj, Reverend Fathers, Reverend Sisters, former students of Christ Nagar School, teachers and non-teaching staff of Christ Nagar Group of Schools, ladies and gentlemen, a very warm good evening to all of you. Today, we have gathered here with immense joy and gratitude to celebrate a remarkable milestone, the Golden Jubilee of Priesthood of our beloved Reverend Father Matthew Thail. Reverend Father Matthew Thail was the former manager and teacher, maths teacher of the Christ Nagar English Higher Secondary School. 50 years of dedicated service to God, the church and the community is not just an achievement. It's a testament to a life lived in unwavering faith, compassion, and commitment to the betterment of others. Father Matthew Thail has been more than just a teacher and a manager. He has been a guiding light, a mentor, and a friend to many. His wisdom and kindness have transformed the lives of countless students, instilling in them not just mathematical knowledge, but values that go beyond the classroom walls. Throughout these years, Father Matthew has embodied the true spirit of leadership. His vision for our school was not merely to educate, but to nurture individuals who would go on to make a positive impact in the world. He has made our school a home for learning, a sanctuary for growth, and a place where faith and knowledge coexist harmoniously. In his role as a manager, Father Thail faced challenges with grace and determination. He tackled every obstacle with a prayerful heart and an unwavering belief in the potential of his students and staff. Under his guidance,
Our institution has flourished, and it is a privilege to witness the fruits of his labor in the flourishing community that we are today. But it is not only his professional contributions that we celebrate. Father Matthew's personal touch, his ability to connect with each student, and the love he has shown to everyone he encountered are what truly set him apart. He listened with an open heart, offered guidance with sincerity, and inspired us to strive for greatness. His laughter and warmth made even the toughest days brighter. Today, as we honor the Golden Jubilee of this extraordinary journey, we are reminded of the passage from Matthew 5:16. Let your light shine before others, that they may see your good deeds and glorify your Father in heaven. Father Matthew Thail, your light has shone brightly in our lives, and your good deeds have truthfully glorified God. As you celebrate this significant anniversary, know that you have not only made a lasting impact on our school, but have also touched the lives of so many individuals in profound ways. We are grateful for your unwavering service, your heartfelt dedication, and your steadfast faith. In closing, let us raise our voices in celebration of Father Matthew Thail, a true servant of God and our humanity. May you continue to inspire us with your faith, energize us with your spirit, and guide us with your wisdom. Thank you. God bless you, Father. ജൂബിലി ആഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ആശംസാ ഗാനവുമായി എത്തുന്നു ക്രൈസ്റ്റ് നഗർ ICSE സ്കൂൾ കുടുംബം. ഹേമ ടീച്ചർ രചിച്ച് അസീന ടീച്ചർ ഈണം പകർന്ന് ICSE സ്കൂളിലെ കുഞ്ഞുങ്ങൾ ആലപിക്കുന്ന ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.
കുഞ്ഞുമകൾക്ക് നന്ദി. അറിഞ്ഞു വിളമ്പുന്നു നീ അളവിനനുസരിച്ച് ഓരോ പാഠവും പുതുമയോടെ, ഒരുമയുടെ ഈണം തെല്ലുമുറിയാതെ, ഓരോ നാമ്പും തളിർക്കുന്നതോർത്തു ക്ഷമയോടെ, സർവം പരിഹരിച്ചും പരിലാളിച്ചും വളർത്തുന്ന അധ്യാപകൻ്റെ പൂജ്യപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഇതാ ഒരു ശിഷ്യൻ ആശംസാ പ്രസംഗത്തിനായി മിസ്റ്റർ മനോജിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ആദരണീയനായ റവറൻഡ് ഫാദർ തൈലച്ചൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പേരെടുത്ത് പറയാത്തത് ക്ഷമിക്കണം, അല്പം സ്റ്റേജ് ഫിയർ ഉണ്ട്. പേരെടുത്ത് നോക്കി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിയേക്കും. തോന്നകൽ പഞ്ചായത്തിലെ ഓരോ അരിയും പെറുക്കുന്ന പോലെ ആയി പോകും, സീനാവും. അതുകൊണ്ടാണ് വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ക്രൈസ്റ്റ് നഗർ അലുമിനി നെറ്റ്വർക്ക് സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെറ്റ് മീ യുവർ ഇയേഴ്സ്. സുവർണ ജൂബിലിയുടെ ഈ ആദരവിൻ്റെ ഈ നിറവിൽ ഈ വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗമായി അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്ക് യു സ്കൂൾ മാനേജ്മെൻറ്റ്, താങ്ക് യു ക്യാൻ. ഞങ്ങളിവിടെ ജോയിൻ ചെയ്തത് 1978 ജൂണിലാണ്. ആ വർഷത്തിന് ക്രൈസ്റ്റ് നഗർ സ്കൂളിൻ്റെ ചരിത്രത്തിലൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ജോയിൻ ചെയ്തതല്ല, അല്ലാതെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ അതുവരെ ഒരു വിദ്യാർത്ഥിയും 10 പാസ്സായിട്ടില്ല. തോറ്റെന്നല്ല, 10ാം ക്ലാസ് എത്തിയിട്ടില്ല. ഞങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് ചേട്ടന്മാർ ഫസ്റ്റ് ബാച്ച് അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ കയറുമ്പോഴാണ് ഞങ്ങളുടെ ചേട്ടന്മാർ ഹാപ്പി തോമസ്, മാത്യു സ്റ്റീഫൻ, തോമസ് സ്റ്റീഫൻ, ഒരുപാട് പേരുണ്ട്. ഒരു ഡിവിഷനേ ഉള്ളൂ. അവർ 10ാം ക്ലാസ് എത്തുന്നത് ആ വർഷമാണ്. അപ്പം ഞങ്ങൾ 5ലായപ്പോൾ ചേട്ടന്മാർ 10ലായി. അടുത്ത വർഷം ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല മാർക്കോടെ പാസ്സായ ആ ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ആരാന്ന്? Ladies and gentlemen, please put your hand together for the class teacher of the first batch of SSLC, Reverend Father Tail. സാർ ഞങ്ങളുടെയും ക്ലാസ് ടീച്ചറായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല. സാറിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ, സാറ് നല്ല ഗ്ലാമറാണ്, ഇപ്പോഴും അതെ. ക്ലീൻ ഷേവൊക്കെ ചെയ്ത് അമിതാഭ് ബച്ചനെ പോലെ. സാറ് സന്തോഷം വന്നാൽ ആൾക്കാർക്ക് മുട്ടായി കൊടുക്കും, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മുട്ടായി കൊടുക്കും, പേന കൊടുക്കും, നല്ല മാർക്കോടെ പാസ്സാകുന്നത് ചെറിയ ക്ലാസ്സിൽ പോലും, ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ചെയ്യും. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ, കണക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ സാറ് വിളിക്കുന്നൊരു ഫേമസ് വാക്കുണ്ട്, കിഴങ്ങൻ. കുറേയധികം പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഒരു പേഴ്സണൽ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് അന്ന് ഞാൻ സ്കൂൾ ബസ്സിലായിരുന്നു. എൻ്റെ വീട് ഗൗരീശ്വരത്തായിരുന്നു ആ കാലത്ത്. സ്കൂൾ ബസ്സിൽ വരുമ്പോൾ സ്കൂൾ ബസ് ഒരു 4-5 മണ്ണന്തല കുലശേഖരം വഴിയൊക്കെ ചുറ്റി വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ബാക്കിലാണ്, നടുക്കാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവർ ആദ്യം വരുന്നവരാണല്ലോ. അപ്പോൾ എനിക്കിത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊരു ധാരണയുണ്ട് എനിക്ക് പൊക്കം കുറവാണെന്ന്. മൈ ലെഗ്സ് ആർ ലോങ് ഇനഫ് ടു ടച്ച് ദ ഗ്രൗണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് ബാക്കി ഇരുന്ന് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പഠിക്കാൻ അല്പം പുറകോട്ടാകുമെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മ വന്ന് തയ്യൽ ഫാദറിനോട് ചോദിച്ചു, എൻ്റെ മകനെ മനോജിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്താമോ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അച്ഛൻ പിന്നെന്താ, പൊക്കം കുറഞ്ഞ ആളല്ലേ, മുമ്പ് ഇരിക്കട്ടെ. അസംബ്ലി ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ്, വെർട്ടിക്കലി ചലഞ്ച് എന്ന് പറയും, മുമ്പിൽ തുറന്നു. പക്ഷേ കുഴപ്പം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ കുറേ പേര് ഇരിപ്പുണ്ട്, ആരും എണീക്കത്തില്ല. അന്ന് ഈ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ചിൻ്റെ പ്രശ്നം ആർക്കും അറിയത്തില്ലായിരുന്നു, ആരും എണീക്കത്തില്ല. സാറ് കുറച്ച് നേരം നോക്കി, സാറ് പറഞ്ഞും പോയി, പക്ഷേ ആരും എണീക്കുന്നില്ല. ഞാൻ പതുക്കെ ചെന്ന്, ഫാദർ ഞാൻ ബാക്കിൽ ഇരുന്നോളാം, എനിക്ക് കുഴപ്പമില്ല, എനിക്കത് ഫ്രണ്ട്സ് ഉണ്ടാവുകൊണ്ടാണ്. എനിക്കത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ ഫാദർ എന്ന ക്ലാസ്സിൽ എല്ലാവരോടും ത്യാഗത്തിനെക്കുറിച്ചും സെൽഫ്ലെസ്സിനെക്കുറിച്ചും നിസ്വാർത്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു എന്നെ വെച്ചിട്ട്. എനിക്കത് വലിയ സന്തോഷമുണ്ട്. സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ 1984 ഞങ്ങൾ ബാച്ച് 10ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് വി ലെഫ്റ്റ് 40 years ബാക്ക്. വി ലെഫ്റ്റ് ക്രൈസ്റ്റ് നഗർ ആൻഡ് തയ്യൽ ഫാദർ 40 years ബാക്ക്. ബട്ട് ക്രൈസ്റ്റ് നഗർ ആൻഡ് ഫാദർ തയ്യൽ ഹാസൻ ലെഫ്റ്റ് us, സ്റ്റിൽ വിത്ത് us. ഓക്കെ, സ്കൂൾ. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്, ഏറെ സ്നേഹമുണ്ട്, ഏറെ കൃതജ്ഞതയുണ്ട്, അല്പം അഭിമാനമുണ്ട്, നൊസ്റ്റാൾജിയുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. 10ാം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം ഞാൻ 3 തവണ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. ഒരു തവണ മോളെയും കൂട്ടിയാണ് വന്നത്. അല്ല, ആദ്യം വന്നത് 84 പരീക്ഷ മാർക്ക് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ മാർക്ക് എനിക്ക് കണക്കിൽ 99 മാർക്കുണ്ട്, അത് പറയാൻ വേണ്ടി വന്നു. ഞാൻ SSLC ബുക്കിൻ്റെ കോപ്പി അയച്ചു തരാം, ക്യാനിന്. ഓക്കെ,
പിന്നെ രണ്ടാമത് മോളെയും കൂട്ടി ഒരു ടീച്ചേഴ്സ് ഡേക്ക് വന്നിരുന്നു കാണാനായിട്ട്. വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 7-8 വർഷം മുമ്പ് വന്നിരുന്നു. സാറിന് പക്ഷേ ഞങ്ങൾ ഓർമ്മ വന്നില്ല. ഞാൻ മോളൊക്കെ പറഞ്ഞു എന്നെ കണ്ട സാർ ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല, പക്ഷേങ്കിലും നല്ല സ്നേഹം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. എന്തായാലും ഞങ്ങളുടെ 84 ബാച്ചിൻ്റെ പേരിലും ക്രൈസ്റ്റ് നഗർ അലുമിനി നെറ്റ്വർക്കിൻ്റെ പേരിലും ഫസ്റ്റ് ബാച്ച് ഓഫ് SSLC അവരുടെ പേരിലും ഇതിനൊക്കെ ഉപരി എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും അതിനൊക്കെ ഉപരി ഞങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കളുടെ പേരിലും സാറിന് നന്ദി പറയുന്നു. സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധനായ പുരോഹിതൻ, ബുദ്ധിമാനായ മനുഷ്യൻ, സന്യാസ സമർപ്പണത്തിൻ്റെ മാതൃകാരൂപം, നലം തികഞ്ഞ അധ്യാപകൻ, ജീവിത വിശുദ്ധിയുടെ തെളിനീരുറവ, നമ്മേറെ കൊതിച്ചിരുന്ന ജൂബിലേറിയൻ മാത്യു തയ്യിലച്ചനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ദൈവത്തോടൊരു നന്ദിയാണ്. കാരണം കോളേജ് പഠനം മറ്റ് പഠനങ്ങളുമെല്ലാം കഴിഞ്ഞ് ഞാൻ പട്ടം ഏറ്റപ്പോൾ എനിക്ക് 35 വയസ്സായി. വീണ്ടും ഒരു 50 കൊല്ലം ഞാൻ ജീവിക്കുമോ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. കാരണം പലതരം രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ 85 വയസ്സ് വരെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഭാഗ്യം കിട്ടിയതിന് ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും എന്നെപ്പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അതിനാദ്യമായിട്ട് ഞാൻ അവർക്ക് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ ആരും നെഗറ്റീവ്സ് പറയാറില്ല, പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ. ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഈ 50 കൊല്ലക്കാലത്ത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രൊഫഷാളത്തിനൊക്കെ പറഞ്ഞ ആ കാര്യത്തിൽ, ഈ കണക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമാണ്. ഇപ്പം മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോഴും എൻ്റെ മൊബൈലിൽ വരുന്നത് മാത്തമാറ്റിക്കൽ പസിൽസും മറ്റു പല പ്രോബ്ലംസുമാണ്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്. അത്രമാത്രം താല്പര്യം കണക്കിനോട് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലായിരുമ്പോൾ 5ാം ക്ലാസ്സിൽ കണക്കിന് 50-ൽ 50 കിട്ടിയ സ്ലേറ്റേലാണ് അത്. ആ സ്ലേറ്റേൽ 50-ൽ 50 കിട്ടിയത് കൊണ്ട് വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനെ കാണിച്ചപ്പോൾ അപ്പൻ സന്തോഷം കൊണ്ട് അടുത്തുള്ള കടയിൽ പോയി 2 പൂവമ്പഴം മേടിച്ചെനിക്ക് തന്നതായിട്ട് ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ ഈ ഗണിതശാസ്ത്രത്തോട് അങ്ങേയറ്റത്തെ താല്പര്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ജീവിതം തന്നെ ഒരു കണക്കാണെന്ന് പ്രൊഫഷാളച്ചൻ പലപ്പോഴും പറയുകയുണ്ടായി. പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ മിക്കവാറും തന്നെ ശരിയാണ്. ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ചക്കാലച്ചൻ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട കടുവാക്കുൽ തൂക്കിലച്ചൻ്റെ ആ വലിയൊരു പ്രശ്നം, പാപ്പനംകോട്ടെ ആ സ്ഥലം, അതിൽ 100 കണക്കിന് കേസ് കെട്ടുകളുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്. 10 കുടികിടപ്പുകാരവിടെയുണ്ട്. അവരെയെല്ലാം ഒഴിപ്പിക്കുക, ഈ ഒരു വലിയൊരു ദൗത്യം അത് ചെയ്തു തീർക്കണം എന്ന് അന്നത്തെ പ്രൊവിൻഷ്യാളല്ല ജനറൽ വിസിറ്റേക്ക് വന്നപ്പോൾ നിർബന്ധമായിട്ടും പറഞ്ഞു. എന്നെ ആ ചുമതല ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ ജോലി പ്രൊവിൻഷ്യൽ കൗൺസിൽ എന്ന നിലയിൽ തീർക്കുന്നതിന് മുൻപ് അത് തീർത്തിട്ടാണ് പോകുന്നത്. ആ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു സന്തോഷം തോന്നുന്നുണ്ട്.
സഭയ്ക്ക് യാതൊരു നഷ്ടവും വന്നില്ല. ആ 11 ഏക്കർ സ്ഥലത്തിന് 11 കോടി രൂപയും നമുക്ക് കിട്ടുകയുണ്ടായി. പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരുപാട് കേസ് കെട്ടുകളുണ്ടായിരുന്നു. അതിനേതാണ്ട് 5.5 കോടി രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കത് സഭയ്ക്കൊരു നേട്ടമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം തീർന്നു. അദ്ദേഹം സമാധാനത്തോടുകൂടി മരിക്കാനും ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല, സഭയിലെ ആളുകളുടെ എല്ലാം സഹകരണം കൊണ്ടാണ്. എല്ലാവരും എന്നെ സ്നേഹിച്ചു. ആരിൽ നിന്നും എനിക്കൊരു വിഷമമുണ്ടായിട്ടില്ല. പൂർണ്ണ സംതൃപ്തിയാണ് എനിക്കെപ്പോഴും. ഒരു വിഷമതകൾ ഒരു അധികാരിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ അധികാരികൾ, അതായത് പ്രിയോരച്ചന്മാർ, അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ചക്കാലച്ചൻ, മങ്ങാട്ടച്ചൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രിയരായിരിക്കുന്ന ചാലങ്ങാടി അച്ഛൻ, ഇവരെല്ലാം എന്തുമാത്രം സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത്. എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ അധികാരികളെല്ലാം. ബഹുമാനപ്പെട്ട ചക്കാലക്കലച്ചനാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം എനിക്ക് പേരയ്ക്കായോട് ഇഷ്ടമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പേരയ്ക്ക വാങ്ങി അവിടെ കൊണ്ടുവരികയും അതുമാത്രമല്ല അതിനായി അവിടെയുള്ള ഒരു പിയൂണിനെ ചുമതലപ്പെടുത്തി എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് എൻ്റെ മുറിയിൽ അത് മുറിച്ച് കൊണ്ട് കൊടുത്തു തന്നിട്ട് ആ രീതിയിൽ സ്നേഹിക്കുന്ന അധികാരികളാണ് ഞങ്ങളുടെ സഭയിലുള്ളത്. അത് ഈ 2 വ്യക്തികളിൽ കൂടെ ഞാൻ കൂടുതൽ കണ്ടെങ്കിലും മറ്റധികാരികളിലെല്ലാം ഇതുപോലെ അങ്ങേയറ്റം കരുതൽ കീഴുള്ളവരോട് കാണിക്കുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങേയറ്റം കരുതലും സ്നേഹവും കാരുണ്യവും എല്ലാം കാണിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ CMI സഭയിലുള്ളത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ സഭയിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അതിന് ആ രീതിയിലുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. 4ാം ക്ലാസ് വരെ CMC സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ സിസ്റ്റേഴ്സ് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് തരുമായിരുന്നു. ക്രിസ്മസിന് ഒരുങ്ങുന്നതിന് വേണ്ടി 25 ദിവസം ഓരോ ദിവസവും പ്രത്യേക ഭക്തകൃത്യങ്ങൾ ചെയ്ത് പുൽക്കൂട് ഒരുക്കുക. അങ്ങനെ അവരിൽ നിന്നും ഒരുപാട് മാതൃകകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള സിസ്റ്റേഴ്സാണ് എന്നെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിച്ചത്. പഴയ കാലത്ത് മലയാളത്തിലല്ല കുർബാന, സുറിയാനിയിലാണ്. അത് അവിടെയുള്ള സിസ്റ്റേഴ്സാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ദൈവവിളി തന്നെ വാസ്തവത്തിൽ ദൈവം വിളിച്ചതുപോലെ തന്നെയാണ് എന്നെ ദൈവം വിളിക്കുന്നത്. അതായത് എല്ലാ ശനിയാഴ്ചയും കുർബാന കൈക്കൊള്ളണം, കുർബാന കാണണമെന്ന് നിർബന്ധമായിരുന്നു മാതാപിതാക്കന്മാർക്ക്. അങ്ങനെ ഒരു ശനിയാഴ്ച ഗോവേന്ദപ്പള്ളിയിൽ കുമ്പസാരിക്കാനായിട്ട് രാവിലെ പോയി. ഒരുപാട് കുട്ടികളിങ്ങനെ കുമ്പസാരിക്കാനുണ്ടായിരുന്നപ്പോൾ ഞാൻ ആ ആളുകളുടെ എല്ലാം ഏറ്റവും പുറകിൽ പോയി നിന്നു. അപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ആളുകൾ തിങ്ങിക്കൂടുകയാണ്. ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ ക്രിസ്ത്യൻ അച്ഛനാണ്. അദ്ദേഹം കൈ കൊണ്ട് എന്നെ ചൂണ്ടി വിളിച്ച് എന്നെ ആദ്യം കുമ്പസാരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അവിടുത്തെ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികളുടെ സംഘത്തിലെ അംഗമാക്കി തീർത്തു. അവിടെ ഒരു ഓൾട്ടർ ബോയ്സ് അസോസിയേഷൻ പുളിങ്ങുന്ന ഗോവിന്ദയിൽ ആരംഭിച്ചത് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ്. അതിന് കാരണക്കാരൻ ഈ ക്രിസ്ത്യൻ അച്ഛനാണ്. വാസ്തവത്തിൽ മത്തായി ശ്ലീഹായെ വിളിക്കുന്നത് പോലെ തന്നെ ആ അച്ഛൻ എന്നെ വിളിക്കുകയായിരുന്നു.
അന്ന് മുതൽ എല്ലാ ദിവസവും അവിടെ പോയി കുർബാനയ്ക്ക് കൂടുകയും പ്രത്യേകിച്ച് വലിയ വ്യക്തികൾ പ്രൊവിൻഷ്യാളും ജനറാളും ഒക്കെ അവിടെ ആശ്രമത്തിൽ വിസിറ്റയ്ക്ക് വരുമ്പോൾ എന്നെക്കൊണ്ടേ കുർബാനയ്ക്ക് കൂടിക്കുകയുള്ളൂ. കാരണം കുർബാനയ്ക്ക് കൂടുന്ന സുറിയാനി കുർബാനയ്ക്ക് കൂടുന്നതിന് 100 കണക്കിന് നിയമങ്ങളുണ്ട്. അത് കൃത്യമായി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെ കുർബാനയ്ക്ക് കൂടാനായിട്ട് പ്രത്യേകം ഏൽപ്പിക്കും. പ്രത്യേകിച്ച് മാവുരുസച്ചനൊക്കെ ജനറാളായിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചത്. അങ്ങനെ എല്ലാ വൈദികരിൽ നിന്നും ഒരുപാട് അനുമോദനവും കാരുണ്യവും അംഗീകാരവും ഒക്കെ ലഭിച്ച വ്യക്തിയാണ്. ആരിൽ നിന്നും എനിക്ക് ഒരു സങ്കടവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മറ്റ് ഒരുപാട് പേര് ഈ വേദിയിലിരുന്ന് ഒത്തിരി സംസാരിച്ചു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ശിഷ്യഗണങ്ങൾ ഒരുപാട് പേരുണ്ട്. പലരും വിദേശത്താണ്, അവരിപ്പോഴും വിളിക്കാറുണ്ട്. ചിലർ ക്രിസ്മസ് അവസരത്തിൽ കേക്കും കൊണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ആ മാന്നാനം ആശ്രമത്തിൽ. അപ്പോൾ അവരെല്ലാം ഇന്നും വളരെ സ്നേഹത്തോടെ എന്നെ ഓർക്കുന്നു. നമ്മുടെ KM ജോസഫ് ക്രൈസ്തവർ അസോസിയേഷൻ ഇപ്പോഴത്തെ അതിൻ്റെ പേരറിയാൻ മേല, കോസ എന്നൊക്കെ പറയുന്നു. KM ജോസഫ് പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ മറ്റു പലരും വിളിക്കാറുണ്ട്. അവരൊക്കെ ആ പഴയ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി വരുന്നു. അവർ വരുമ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല, കാരണം അവരുടെയൊക്കെ ഷേപ്പ് കണ്ടമാനം മാറി. പക്ഷേ അവരൊക്കെ എന്നെ കാണുമ്പോൾ പറയുന്നത് അച്ഛനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന്. അവന് തിരുവനന്തപുരം നമ്മുടെ മാന്നാനം ആശ്രമത്തിൽ എൻ്റെ ജൂബിലി ആഘോഷിച്ചപ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥി PJ ജോസഫ് മന്ത്രിയുടെ മകൻ അവിടെ ആശംസ പ്രസംഗം പറയാനായി വന്നിരുന്നു. അങ്ങനെ വലിയ വലിയ വ്യക്തികളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ക്രൈസ്റ്റ് ഹോൾ ആശ്രമം, അതിൻ്റെ തൊട്ടടുത്താണ് കവടിയാർ. എല്ലാ മന്ത്രിമാരുമായിട്ടൊക്കെ എപ്പോഴും വളരെ ബന്ധത്തിലായിരുന്നു. അവരിൽ നിന്നൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ വളരെയധികം നന്ദി എല്ലാവർക്കും പറയുകയാണ്. പിന്നെ ഈ ഒരു മീറ്റിംഗ് ഈ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ആളുകൾ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവിടെ ഞങ്ങളുടെ മാന്നാനത്തെ പ്രിയോരച്ചൻ പറഞ്ഞു, അങ്ങനെയല്ല, അച്ഛൻ ഞെട്ടിപ്പോവും, മങ്ങാടച്ചനാണ് ഇത് വളരെ ഗംഭീരമായിട്ട് നടത്തും, കണ്ടു, നേരിട്ട് പോയി കാണുക എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ഞാൻ കണ്ട് ആസ്വദിക്കുകയാണ്. അതായത് എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പലരും മരിച്ചുപോയി. ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മാതാപിതാക്കന്മാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒന്നും ഇവിടെ വരാനോ ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ മീറ്റിംഗ് ഇത്ര ഗംഭീരമാക്കാനായിട്ട് ഈ ആശ്രമത്തിലെ പ്രിയോരച്ചൻ മുൻകൈ എടുത്തു. ആളുകളെയൊക്കെ ക്ഷണിക്കാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തി. അങ്ങനെ അനേകരെ പോയി നേരിട്ട് വിളിക്കുകയും ഫോണിൽ വിളിക്കുകയും ഓർപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു വലിയൊരു മീറ്റിംഗ് നടക്കുന്നത്. അതിനേറ്റവും അങ്ങേയറ്റം ചുക്കാൻ പിടിച്ചത് പ്രിയോരച്ചനാണ്. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 85 വയസ്സ് കഴിഞ്ഞു. 86 വയസ്സ് അടുത്ത ജനുവരി 21 പൂർത്തിയാകും. പല രോഗങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അതുകൊണ്ട് നടക്കുന്നു. ഇപ്പോഴും വൈദികനെടുത്ത ജോലികൾ ചെയ്യുന്നതിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അടുത്തുള്ള ദേവാലയങ്ങളിൽ കുർബാന ചെല്ലാൻ രാവിലെ പോകാറുണ്ട്. എല്ലാ ദിവസവും 11 മണിക്ക് ആശ്രമ ദേവാലയത്തിൽ കുർബാനയുണ്ട്.
അതിനു മുൻപ് 1 മണിക്കൂർ കുമ്പസാരം എല്ലാ ദിവസവും ഇപ്പോഴും നടക്കുന്നു. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള ആരോഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാലും രോഗങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ മരുന്നുകളെല്ലാം ഞാൻ കൊണ്ടുവന്ന പെട്ടിയിലുണ്ട്. അത് കഴിക്കാനുള്ള സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീണ്ട 14 വർഷം ഈ ആശ്രമത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞ് ഈ സ്ഥാപനങ്ങളെ വളർത്തി സ്നേഹസേവനത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ ഈ ജീവിത സാക്ഷ്യത്തിന് സ്നേഹോപഹാരം സമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രിയോരച്ചൻ പോൾ മങ്ങാട്ടച്ചനെ ക്ഷണിക്കുന്നു. ക്രൈസ്റ്റ് ഹോൾ ആശ്രമത്തിലെ അംഗവും CBSE സ്കൂൾ പ്രിൻസിപ്പളുമായ ബഹുമാനപ്പെട്ട സേവ്യർ അമ്പാട്ടച്ചനെ കൃതജ്ഞത സമർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. ജൂബിലി ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ച, ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തൈലച്ച, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ദീർഘമായ ഒരു നന്ദി പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. ലഘു രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ചനാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ചൻ ബഹുമാനപ്പെട്ട ആൻ്റണി എളന്തോട്ടച്ചന് സന്തോഷത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കൗൺസിലച്ചന്മാരിവിടെയുണ്ട്. വിക്കർ പ്രൊവിൻഷ്യലച്ചൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അട്ടിച്ചിറേച്ചൻ, ഫിനാൻസ് കൗൺസിലർ ബഹുമാനപ്പെട്ട ചാക്കോ മനക്കിലച്ചൻ, പ്രത്യേകിച്ച് കൗൺസിലച്ചന്മാർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചന് ആശംസകൾ നേർന്ന് സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീക് മഠത്തിലച്ചനും മാത്യു ചക്കാലക്കിലച്ചനും സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി. ആശംസകൾ നേർന്ന് സംസാരിച്ച സ്നേഹബഹുമാനപ്പെട്ട സുരേഷ് സാറിന് പ്രത്യേകമായിട്ട് നന്ദി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ഇവിടെ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും പഴയകാല സ്മരണകൾ അയവിറക്കി ആ ഒരു ഗുരുശിഷ്യ ബന്ധം ഊട്ടിയുറപ്പിച്ച ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ മനോജ് സാറിന് ഒത്തിരി നന്ദി. ഇന്നത്തെ ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത്, സൗന്ദര്യം കൂട്ടിയത് നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ നമ്മുടെ സ്നേഹം നിറഞ്ഞ ICSE CBSE സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്ക് സന്തോഷത്തോടെ പ്രത്യേകമായിട്ട് നന്ദി പറയും. അതോടൊപ്പം തന്നെ കുട്ടികളോടൊപ്പം ഇവിടെ അവരുടെ പേരൻസ് എത്തിയിട്ടുണ്ട്. പേരൻസിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ തിരുവനന്തപുരം സോണിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ ജൂബിലി ആഘോഷത്തിന് ഇവിടെ എത്തി. വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഹൗസുകളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുപ്പീരിയച്ഛന്മാർ, അംഗങ്ങളായിട്ടുള്ള അച്ഛന്മാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി. ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ കൂടെ ഇവിടെ ശുശ്രൂഷ ചെയ്ത വൈദികർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്ക്, CMI സഭയിലെ സഹോദര വൈദികർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ആരാധനാ സമൂഹം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ ആരാധനാ സമൂഹത്തിൽ നിന്ന് അംഗങ്ങൾ ഇവിടെ എത്തി. സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. ഇവിടെ ഈ സന്നിഹിതരായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ശതമാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ അറിയാവുന്ന പരിചയക്കാരായ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ജൂബിലി ആഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒറ്റവാക്കിൽ നന്ദി പറയുകയും, ഞങ്ങളുടെ ഈ സ്നേഹ സമൂഹത്തിൻ്റെ, നമ്മുടെ ക്രൈസ്റ്റ് നഗർ സമൂഹത്തിൻ്റെ ബലമെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അധ്യാപകരാണ്. ICSE CBSE സ്റ്റേറ്റ്
സിലബസിൽ നിന്നുള്ള അധ്യാപകരും അനധ്യാപകരും ഇവിടെ എത്തി എല്ലാ കാര്യങ്ങൾക്കും അവരാണ് നേതൃത്വം ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് അനധ്യാപകർ ഈ ആഘോഷങ്ങളെ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ ഇവിടെ സ്റ്റേജും അതോടൊപ്പം തന്നെ നമ്മൾ വന്ന വഴികളും എല്ലാം മനോഹരമായി അലങ്കരിച്ച് ബലൂൺ കൊണ്ടും ദീപാലങ്കാരങ്ങൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ച് അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ഈ സൗകര്യങ്ങളുമെല്ലാം റെഡിയാക്കിയത് നമ്മുടെ അനധ്യാപകരാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും നിങ്ങളുടെ സേവനങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചത്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത മാത്യു അച്ഛന്, ചാർലി ബ്രദർ പ്രത്യേകമായിട്ട് നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമുകൾ വളരെ സുന്ദരമായ ഭാഷയിൽ വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് സെബിൻ ബ്രദറാണ്. സെബിൻ ബ്രദറിന് പ്രത്യേകമായിട്ട് നന്ദി. സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരുക്കിയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മനോഹരമായ പരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രിയോരച്ചനും ആശ്രമാംഗങ്ങൾക്കും നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അത് വളരെ മനോഹരമായിട്ട് നടത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത സ്നേഹം നിറഞ്ഞ മാത്യു അച്ഛൻ പറഞ്ഞതുപോലെ അത് നേതൃത്വം ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട പ്രിയോരച്ചനാണ്. ബഹുമാനപ്പെട്ട പ്രിയോരച്ചനോടൊപ്പം ആശ്രമാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട പ്രിയോരച്ചനെയും ആശ്രമാംഗങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ഔപചാരികതയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനമായി നമ്മുടെ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചനാണ്. മാത്യു തൈലച്ചനെക്കുറിച്ച് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഞാനൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. എങ്കിലും ബഹുമാനപ്പെട്ട ചക്കാലക്കലച്ചൻ പറഞ്ഞു, അദ്ദേഹം പ്രൊവിൻഷ്യൽ കൗൺസിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കയ്യിൽ ബൈബിളും മറ്റൊരു കയ്യിൽ നിയമാവലിയും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാകും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം കൂടി പങ്കുവെച്ചിട്ട് ഞാൻ ഇവിടുന്ന് വിരമിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചാപ്റ്ററിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 2020 സെപ്റ്റംബറിലാണ് ഞാൻ പ്രൊവിൻഷ്യൽ ഓഡിറ്ററായിട്ട് ശുശ്രൂഷ ഏറ്റെടുത്തത്. അന്നത്തെ ടീം പ്രൊവിൻഷ്യൽ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ചാവറപ്പിതാവിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി പ്രാർത്ഥന കഴിഞ്ഞ് ഊട്ടുമുറിയിലേക്ക്, മാന്നാനത്തെ ഊട്ടുമുറിയിലേക്ക് നടക്കുകയാണ്. വരാന്തയിൽ കൂടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട തൈലച്ചനുണ്ട്. മാത്യു തൈലച്ചൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, അച്ഛൻ 6 വർഷത്തോളം ജനറൽ ഓഡിറ്റർ ആയിരുന്നില്ലേ, എങ്ങനെയാണ് ഈ ഓഡിറ്റർ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്? അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അമ്പാട്ടെ വേറെ ഒന്നും ചെയ്യണ്ട, എല്ലാവരോടും നിയമാവലി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ മതി, പറഞ്ഞാൽ മതി. തീർച്ചയായും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ഇവിടെ പറഞ്ഞതനുസരിച്ച് സമയനിഷ്ഠയോടെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സഭയെ ശുശ്രൂഷിച്ച വലിയ വൈദികൻ ബഹുമാനപ്പെട്ട മാത്യു തൈലച്ചൻ ഇന്ന് ദീർഘദൂരം യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഒത്തിരി സന്തോഷം. 2 ദിവസം മുമ്പ് മാന്നാനത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പം ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് ആൾക്കാരെയൊക്കെ കാണാമല്ലോ, ഞാനങ്ങ് വന്നോളാം, യാതൊരു കുഴപ്പവുമില്ല, അന്ന് സന്തോഷത്തോടെ വന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ വല്ല ക്ഷീണം വല്ലതും ഉണ്ടോ? ഒരു ക്ഷീണവുമില്ല, യാതൊരു കുഴപ്പവുമില്ല. കാരണം നമ്മുടെ സാന്നിധ്യവും സംരക്ഷണവും അതോടൊപ്പം തന്നെ ഇവിടെ 14 വർഷത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നു. 3 വർഷം പ്രിയോരായിട്ടും 10 വർഷത്തോളം അത് അധ്യാപകനായിട്ടും അത് സന്തോഷത്തോടുകൂടി ജീവിച്ചതുകൊണ്ടാണ് തുടർന്നും ഇവിടേക്ക് കടന്നു വരുവാനായി അദ്ദേഹത്തിന് സാധിച്ചത്. ഒത്തിരി സന്തോഷത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട മാത്യുവച്ച ജൂബിലിയുടെ മംഗളങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഈ ജൂബിലി അർത്ഥവത്തായി മനോഹരമാക്കി തീർക്കുവാൻ പരിശ്രമിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി. എല്ലാവർക്കും ഇരിക്കാം. അമ്പാട്ടച്ചന് നന്ദി. ജൂബിലേറിയൻ പ്രിയപ്പെട്ട ഗുരുവിന് ആദരവുകളും പൊന്നാടയും ഒക്കെ അണിയിക്കുവാനായി മാത്യു തൈലച്ചൻ്റെ ശിഷ്യ സമൂഹം ഇവിടെയുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ആകാശവാണിയിൽ നിന്നും ബേബൻ ഇപ്പോൾ പൊന്നാട അണിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുമോദന സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും സ്നേഹവിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അത് ആസ്വദിക്കാം. ഈ ഹോളിൻ്റെ പിൻവശത്തായിട്ടാണ് സ്നേഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. 2 കോഴ്സുകളായിട്ടാണ് സ്നേഹവിരുന്ന്. അപ്പവും താറാവ് കറിയും ബീഫ് കട്ട്ലേറ്റുമാണ് ഒന്നാമത്തെ കോഴ്സ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സാലഡുകളും, അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻ മെനു തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്നേഹവിരുന്ന് ആസ്വദിക്കും. you.